എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 99 ബാച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1999 ബാച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സഹപാഠിയെ കാണുന്നതിനപ്പുറം കുടുംബം തമ്മിൽ ബന്ധപ്പെക്കാൻ ഒന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള നല്ല സമയമാണ്. ഞാനൊന്ന് നീട്ടി പരത്തി പറയുന്നത്, പ്രിയപ്പെട്ട നമുക്കിവിടെ നാം പഠിച്ച വിദ്യാലയം മാറി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കും. അല്ലേ, പണ്ടുള്ള ഒരു 10-25 കൊല്ലം മുമ്പുള്ള കേരള ഹയർ സെക്കൻഡറി സ്കൂളാണ് നമുക്കുള്ളത്. അങ്ങനെയാണെന്ന് പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് വഴി ഒന്ന് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള ഒരു ദൗത്യം വലുത് ഇവിടെ ഏകദേശത്ത് നിർവഹിക്കപ്പെടുന്നത്. ഒരു ഇന്റർനാഷണൽ സ്കൂൾ കൈപ്പമംഗലത്തിൽ വേണമെന്ന് തീരുമാനിക്കപ്പെട്ടപ്പോൾ മറ്റൊരു ആലോചന ഉണ്ടായിരുന്നില്ല. അത് ഏത് സ്കൂളായിരുന്നു? നമ്മുടെ കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അത് എടുക്കുമ്പോൾ തന്നെ നേരെ വരുന്ന സംഖ്യ 5 കോടി രൂപയാണ്. അതിനുശേഷം എം.എൽ.എ. ഫണ്ട് പലവട്ടം കൊടുക്കേണ്ടി വന്നപ്പോഴും ഈ സ്കൂളിലാണ് നൽകിയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം 8.25 കോടി രൂപ ഈ വികസന പ്രവർത്തനത്തിൽ ഇവിടെ മാത്രം വിനിയോഗിക്കപ്പെടുകയാണ്. നല്ലൊരു പ്ലേ ഗ്രൗണ്ടിന്റെ നിർമ്മാണത്തിലാണ്. ആ പ്ലേ ഗ്രൗണ്ട് ഇനി ജില്ലാ പഞ്ചായത്ത് പറഞ്ഞിട്ട് അവര് ആ കുറച്ചുകൂടെ പൊളിച്ചു മാറ്റിയാൽ നമുക്ക് ഗംഭീരമായ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാകും. അതിനാവശ്യമായിട്ടുള്ള സംഖ്യ 3 കോടി രൂപയും പാസ്സാക്കിയിട്ടുണ്ട്. 3 കോടി രൂപ സ്പെഷ്യലായിട്ട് ഇപ്പം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഇതത് പൂർത്തീകരിച്ചാണ്. ശരിക്കും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മളിങ്ങനെ പരിപാടി നടത്തുന്നതോടൊപ്പം തന്നെ ഇതിപ്പോൾ നല്ല ഗൗരവപ്പെട്ട പരിപാടിയാണ്. റൈറ്റ്സ് അതുകൂടി ശ്രദ്ധിക്കുന്നതാണ്. എനിക്ക് ഒറ്റയാഴ്ച ചെയ്തിട്ടുണ്ടോന്നില്ല. ഓരോ പരിപാടി നടത്തുമ്പോഴും ആഘോഷം നടത്തുമ്പോഴും നമ്മൾ സ്കൂളിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ആഷ്ന അബ്ദുൽ കരീം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിട പറഞ്ഞ അധ്യാപക സഹപാഠികളെ അനുസ്മരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റയീംസ് അധ്യക്ഷത വഹിച്ചു. ഇവിടെ വന്ന നമ്മൾ 10 വർഷത്തിന് ശേഷം 1999 അതിനേക്കാളേറെ കരഞ്ഞുകൊണ്ട് തന്നെ ഈ സ്കൂളിനോട് വിടവന്നു പോയി. ആ കരച്ചിലുകൾ തന്നെയാണ് ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യാതിഥിയായി. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സമ്മ ടീച്ചർ, എറിയാട് പഞ്ചായത്ത് അംഗം പി.കെ. മുഹമ്മദ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷഫീഖ്, ഷിയാസ് ഇടവഴിക്കൽ, അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു.